ദേവാലയവും പ്രാർത്ഥനയും ബലിയുമൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. എന്നാൽ പ്രാധാന്യം നൽകേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണവ? വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നതിന് മുന്നോടിയായി കൂടെയുള്ളവരോട് നാം കാട്ടേണ്ട കരുണയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത്. സാബത്ത് എന്ന സമ്പ്രദായം തെറ്റാണെന്നല്ല യേശു പഠിപ്പിക്കുന്നത്. സാബത്തിനേക്കാൾ വലുതായ മനുഷ്യത്വം നമ്മുടെ മുൻപിലുണ്ട്, മാനവികതയുണ്ട്. അവയ്ക്ക് പ്രാധാന്യം നൽകണം. ദേവാലയവും പ്രാർത്ഥനയും ബലിയുമൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. എന്നാൽ അവയേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്, അവർക്കാണ്. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം നമുക്ക് ചുറ്റുമുണ്ട്, അതിനാണ്. ഇത് മതവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമല്ല. നമ്മുടെ അനുദിന ജീവിതവുമായി ഇതിന് ബന്ധമുണ്ട്. മനുഷ്യന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നതിനേക്കാൾ നിയമങ്ങൾക്കും സ്ട്രക്ചറുകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സ്വഭാവ സവിശേഷതയിൽ നാം വീണുപോകാറുണ്ട്. വീടുകളിൽ കുടുംബ ബന്ധത്തിനും സ്നേഹത്തിനും ക്ഷമയ്ക്കും പ്രാധാന്യം നൽകാതെ ചിട്ടവട്ടങ്ങൾക്കും സ്ഥാനങ്ങൾക്കും കണക്കുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും പ്രാധാന്യം നൽകുമ്പോൾ ദേവാലയത്തെക്കാളും ശ്രേഷ്ഠമായത് നാം മറന്നുപോകുന്നു. ആശുപത്രികളിൽ രോഗികൾക്ക് പ്രാധാന്യം നൽകാതെ സമയത്തിനും പണത്തിനും സൗകര്യങ്ങൾക്കും പ്രാധാന്യം നൽകുമ്പോൾ ദേവാലയത്തെക്കാളും ശ്രേഷ്ഠമായത് നാം മറന്നുപോകുന്നു. സമൂഹത്തിൽ മനുഷ്യന് പ്രാധാന്യം നൽകാതെ സംഘടനകൾക്കും ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും പ്രാധാന്യം നൽകുമ്പോൾ ദേവാലയത്തെക്കാളും ശ്രേഷ്ഠമായത് നാം മറന്നുപോകുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് പറയുകയാണ്, നീ ഒന്ന് ആത്മശോധന ചെയ്യുക. നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? മനുഷ്യനാണോ? സ്നേഹത്തിനാണോ? കാരുണ്യത്തിനാണോ? ക്ഷമയ്ക്കാണോ? തീർച്ചയായും നിയമങ്ങളും പ്രസ്ഥാനങ്ങളും ആചാരങ്ങളും ദേവാലയങ്ങളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അവയേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തിനുമാണ്. ആമേൻ.